السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وعملا وإيمانا كاملا. رب تمن بالخير والسعادة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا من حيث لا يحتسب. صدق الله العظيم. ബഹുമാനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല നമ്മുടെ സദുദ്യമങ്ങളെ ഒക്കെ നമുക്ക് പൂർത്തീകരിച്ച് നൽകട്ടെ. അല്ലാഹു ഖൈറിൻ്റെ അഹ്ലുകാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. ആന്തരിക ബാഹ്യ രോഗങ്ങളിൽ നിന്ന് നമുക്കെല്ലാം അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. ഡെലിവറി പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട സഹോദരിമാരുടെ ദുആ വസിയത്തുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഖൈറായ സലാമത്തുള്ള ഡെലിവറി അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു നമ്മയും അവരെയും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. കഴിഞ്ഞ ഈ ദിവസം ഞാൻ ഓർക്കുന്നു, ഒരു യാത്രാമധ്യയായിരുന്നു. കേരളത്തിൽ അറിയപ്പെട്ട ഒരു വലിയ മഹാൻ്റെ അരികിൽ ദുആക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, സിയാറത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹത്തുക്കളുടെയൊക്കെ ആത്മീയതയുടെ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുന്നവർ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം നമുക്കെല്ലാം ദുആ ചെയ്യാം. എക്കാലത്തും എപ്പോഴും നമുക്ക് ശക്തിയും ഊർജവും ബലവും നമുക്ക് കിട്ടുന്നത് മഹത്തുക്കളായ ഈ ആത്മീയ നേതൃത്വത്തിൻ്റെ കൂടെയുള്ള ബന്ധമാണ്. അതിന് ആടലോ ഉലച്ചിലുകളോ തളർച്ചയോ സംഭവിക്കും എന്ന് നമ്മൾ വിചാരിക്കുകയും വേണ്ട. കാരണം അതെല്ലാം ഇലാഹി സമീപനത്തിലൂടെയുള്ള ഒരു റൂട്ട്, ഒരു വഴിയാണ് എന്നതുകൊണ്ട് തന്നെ ആ വഴിക്ക് ഉറച്ചു നിൽക്കുമ്പോഴാണ് സത്യങ്ങൾ തുറന്നു പറയാനും ലോകത്തിന് മുമ്പിൽ അതിനെ വളച്ചു കെട്ടില്ലാതെ അവസരോചിതമായിട്ടൊന്നുമല്ലാതെ സത്യസന്ധമായിട്ട് പറയാനും കഴിയുക. അത് മറ്റൊരാളുടെ തൃപ്തിക്കോ അതൃപ്തിക്കോ വേണ്ടിയിട്ടും ആവൂല, മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്നത് കൂടി അവിടെ വരും. അള്ളാഹുവിൽ നിന്നുള്ള പ്രീതി, വജ്ഹുള്ള, അതാണല്ലോ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. ആ ലക്ഷ്യം നമുക്ക് അവിടെ നിന്ന് കരസ്ഥമാക്കാനും കഴിയും. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നമ്മയൊക്കെ ആശങ്കപ്പെടുത്തിയ പല കാര്യങ്ങൾ, ഇത് ഇന്നല്ല, ലോക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എക്കാലത്തും ഇതുപോലെയുള്ള പല പല അഭിപ്രായങ്ങളും ആറാവുകളും വരികയും അത് സത്യസന്ധമായി അതിൻ്റെ വസ്തുത വിശദീകരിക്കപ്പെടും സമയത്ത് സമൂഹത്തിന് സത്യം ബോധ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന, സത്യം സ്വീകരിക്കണമെന്നുദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അവരത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അവരതിൽ ആത്മീയമായ ആ ഒരു ബന്ധം അവർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് സത്യം. മറിച്ച് നാം അവിടേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ അവസരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റൂട്ടുകളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു പെരുമയോ ഉണ്ടാക്കുകയാണ് എങ്കിൽ കാലികമായി നമ്മുടെ നാവ് തന്നെ അതിനെ തിരിച്ചു പറയുന്നൊരു ഘട്ടം വരുമ്പോൾ ആളുകൾ നമ്മയായിരിക്കും തിരിച്ചറിയുക. അതറിയിക്കുന്ന ഒരു സത്യമുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ വജ്ഹിൻ്റെ ഉദ്ദേശ ലക്ഷ്യമല്ലാതെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന നെഗറ്റീവ് അതെന്തോ അത് വൈകാതെ അത്
സമൂഹത്തിൻ്റെ മുമ്പിൽ അവനിൽ നിന്ന് തന്നെ പ്രകടമാകും. അതിൻ്റെ നാശം, അതിൻ്റെ നഷ്ടം ആ വ്യക്തിയിൽ തന്നെ വരികയും ചെയ്യുമെന്നാണ്. അത് സച്ചരിതരായ മഹത്തുക്കളായ ആത്മീയതയുടെ വെളിച്ചം സ്വീകരിച്ച അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തന ഗോതയിൽ നിലകൊള്ളുന്ന മഹത്തുക്കളായൊരു കൂട്ടായ്മ അതിനകത്തേക്ക് അത് കടന്നു വരികയുമില്ല. പിശാച്ചിന് അവിടെ കയറിക്കൂടിയിട്ടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രം. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനൊക്കെ വിലയിരുത്താൻ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ കഴിയുകയും വേണം. അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ, ഔലിയാക്കൾ, അതിലും പ്രത്യേകത കൊടുക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനം നൽകിയവർ തന്നെയാണ് അഹ്ലു ബൈത്ത്. തറക്തു ഫീക്കും അംറൈൻ എന്ന് പറഞ്ഞിടത്ത് ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് വഇസറത്തി എന്ന് പറഞ്ഞ ഹദീസുണ്ട്. എൻ്റെ കുടുംബം എന്നാണ്. ആ കുടുംബം അത് നയിക്കേണ്ടവരാണ്. ആ കുടുംബത്തിന് മസ്ഊലിയത്തുണ്ട്, ആ കുടുംബത്തിന് ഉത്തരവാദിത്തമുണ്ട്, ആ കുടുംബത്തിൻ്റെ ശൈലികളുണ്ട്, ആ കുടുംബത്തിൻ്റെ ചലനങ്ങളുണ്ട് എന്നതും ഹദീസ് ഷരീഫ് നമ്മെ പഠിപ്പിച്ചത് നമുക്കറിയാം. പരിശുദ്ധ ഖുർആനും അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിശാല മനസ്കതയോടുകൂടി ആത്മീയതയുടെ വെളിച്ചം നുകരുന്ന ലഭിച്ചിട്ടുള്ള ആളുകൾ നമുക്ക് തരുന്ന ആ ഒരു വഴിക്ക് നമ്മൾ ചിന്തിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുക എന്നതാണ്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചരിത്ര സത്യങ്ങൾ നമ്മൾ നോക്കിയാൽ, ഇന്നലെ ഇപ്പോൾ ചിൽഡ്രൻസ് ഡേ ആയിരുന്നു. ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജന്മം അനുഗ്രഹീതമായി നമ്മളൊക്കെ, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ളവരൊക്കെ അതിനെ ആദരവോടെ കണ്ടു എന്നതും ഒരു പ്രത്യേകതയായിരുന്നു. അവിടെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിത ചരിത്രങ്ങൾ നോക്കുമ്പോൾ ഏത് ആശയാദർശ മൂല്യങ്ങളിലായിരുന്നു എന്നതിലൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ട്. അത് ശരിയാണ്. സ്വന്തമായ ചില ധാരണകളും പ്രവർത്തന മണ്ഡലങ്ങളും ഉണ്ട്. സംശയവാദി എന്നൊക്കെ ചിലവർ പറഞ്ഞിട്ടുണ്ട്. നിരീശ്വരത്വത്തിൻ്റെ വശം അല്ല എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയൊക്കെ പല അഭിപ്രായ പ്രകടനങ്ങളും അവരിലൂടെ കാണാമെങ്കിലും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും സ്വീകാര്യതയുള്ളത് തന്നെ ആയിരുന്നു എല്ലാ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലകളിലും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, റൈബററി ജയിലിൽ അബുൽ കലാം ആസാദിൻ്റെ കൂടെ അദ്ദേഹം താമസിക്കുന്നൊരു ഘട്ടമുണ്ടായി. രണ്ടുപേരും ജയിൽവാസം അനുഭവിക്കുകയാണ്. ആ സമയത്ത് അവരുടെ ശ്രദ്ധയിൽ കാലിന് ക്ഷതമേറ്റ, മുറിവ് പറ്റിയ, പൊട്ടിയ ഒരു കിളി വന്ന് വീഴുന്നു. അബുൽ കലാം ആസാദ് ഓടിച്ചെന്ന് അതിനെ എടുക്കാൻ ശ്രമിക്കുകയാണ്, അതിനൊന്ന് പരിചരിക്കാൻ വേണ്ടി. ജവഹർലാൽ നെഹ്റു അതിന് സമ്മതിച്ചില്ല. അത് വേണ്ട, എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമാണ് നമ്മൾ ചിന്തിക്കും, എന്തപ്പം അങ്ങനെ പറഞ്ഞത്? എന്നാൽ അതിലർത്ഥമുണ്ടായിരുന്നു. അതിന് പ്രഥമ ശുശ്രൂഷ നൽകേണ്ടുന്നതിൻ്റെ രൂപം പ്രത്യേകമായി പ്രാകൃതമായിട്ടുള്ള പ്രകൃതിയുടേതായിട്ടുള്ള ആ ശൈലി, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചികിത്സ അല്ല, മറിച്ച് ഏതൊരാൾക്കും അവരുടെ ഒരു രോഗാവസ്ഥയിൽ അവർക്ക് കിട്ടുന്ന ഒരു തണുപ്പുണ്ട്, ഒരു കുണുപ്പുണ്ട് എന്ന് നമ്മൾ പറയും. അത് മിൻ ഉമ്മിഹി, മാതാവിൽ നിന്ന്. മാതാവ് അടുത്തുണ്ടെങ്കിൽ നമ്മുടെ രോഗം തന്നെ മാറിക്കിട്ടും. നമ്മെ സ്നേഹിക്കുന്ന, നമ്മളുടെ ഉള്ളിൽ സ്നേഹിക്കുന്ന ആത്മാർത്ഥ സ്നേഹമുള്ളവരിൽ നിന്ന് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. അതൊരു രോഗശമനമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കിളിയുടെ തള്ള വരുന്നു, അതിനെ പൊക്കിയെടുക്കുന്നു, എടുത്തിട്ട് അതിനെ കൊണ്ടുപോകുന്നു. അതിനെ ചൂട് തട്ടുന്ന വെയിലത്ത് അതിനെ വെക്കുകയാണ്. ആ വെയിൽ കൊണ്ടുകൊണ്ട് അത്
കുറേ സമയം ദീർഘിച്ചപ്പോൾ അതിനൊരു ആശ്വാസം കിട്ടുന്നു. അപ്പോൾ ആ തള്ളയുടെ ഒരു ചികിത്സാ മുറ അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. ഇത് പരിചയസമ്പന്നതയിലൂടെ സ്വന്തം മനുഷ്യനോടും ജീവികളോടുമൊക്കെ കരുണയുടെ വശങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയണമെന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും പഠിച്ചു ജവഹർലാൽ നെഹ്റു. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിളിയെ ഒരാൾ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത്, അതിനെ അഴിച്ചുവിട്, അതിൻ്റെ തള്ളയിലേക്ക് പോവട്ടെ എന്നാണല്ലോ. ഇത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ സഹജീവികളോടും മറ്റുമൊക്കെയുള്ളൊരു കരുണയുടെ വെളിച്ചം പകർന്നു കൊടുക്കാൻ മനുഷ്യന് ബാധ്യസ്ഥനാണ് എന്ന്, സഹജീവി ബോധം വേണമെന്നുള്ളതും അതിൽ നിന്ന് മറ്റുള്ള ജീവികളോടും വേണമെന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചെന്നു. ഇത് ജവഹർലാൽ നെഹ്റു പഠിച്ചു, മനസ്സിലാക്കി. അവിടെയാണ് അവരുടെയൊക്കെ ആ വലുപ്പവും നിലപാടുകളും ഉയർന്നു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, മത കാഴ്ചപ്പാടിൻ്റെ പ്രവർത്തന മേഖലയിലിരിക്കുന്നവരും രാഷ്ട്രീയ ചിന്താധാരയിൽ നിൽക്കുന്നവരും സാമൂഹിക പ്രവർത്തനത്തിൽ നിൽക്കുന്നവരും സംസ്കാര സമ്പന്നതയുടെ വെളിച്ചങ്ങൾ മനുഷ്യർക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവരൊക്കെ ഇന്നലയിൽ ചിന്തിക്കുകയും ഇന്നലയിൽ ഇത്തരത്തിലുള്ള ആളുകളോട് ഒപ്പം നിൽക്കുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് ഇന്ന് ആ കാര്യങ്ങളിലുള്ള ഒരു നല്ല വെളിച്ചം നമുക്ക് നൽകാവുന്ന ഒരു വലിയ കൂട്ടായ്മ, ഇരുത്തം ചെന്ന ചിന്താശക്തരായ ദീർഘദൃഷ്ടിയുള്ള അതവും അച്ചടക്കവും ജീവിതത്തിൽ പുലർത്തിയ, ഇപ്പോൾ ഇന്ന് തന്നെ ആധികാരിക സംഘടനയുടെ സെക്രട്ടറിയായ വലിയ മനുഷ്യൻ, ഞാനൊരു സമയത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞു, 4 വർഷം ഞാൻ ശംസുൽ ഉലമയെ വിട്ടിട്ടില്ല, കൂടെ തന്നെ പിന്തുടർന്നു എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിൻ്റെ കല്യാണം നടന്നില്ല? അപ്പോൾ പറഞ്ഞു, അന്നൊരാഴ്ച മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതവും അച്ചടക്കവും കൊണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ അവർ ധന്യപ്പെടുത്തിയത് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വഴിക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒരിക്കലും അവരിൽ പോറലുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗീയതയുടെയോ മറ്റോ അംശങ്ങൾ വരില്ല. പ്രത്യേകിച്ച് ആ വഴിക്ക് സഞ്ചരിച്ച് അവരിൽ നിന്നും എൽമുകൾ സ്വീകരിച്ച ആളുകൾക്കും അത് വരില്ല. അവരിലും ഒരു കാഴ്ചപ്പാടുണ്ടാകും, നല്ലൊരു നിലപാടുണ്ടാവും, സത്യം പറയാനുണ്ടാവുന്നൊരു ധൈര്യമുണ്ടാവും. മാത്രവുമല്ല, ആ ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തുറവുകളും കിട്ടും. കാരണം അത് തഖ്വയാണ് അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. തഖ്വ ഉള്ളൊരു മനുഷ്യനിക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയും. ഒമൻ യത്തഖില്ല, അള്ളാഹുവിനക്ക് തഖ്വ ചെയ്താൽ ഒരാൾ യജ്അൽ ലഹു മഖ്റജ, അവനിക്ക് അള്ളാഹു ഒരു നല്ല തുറവടി, ഒരു കാഴ്ച അവനിക്ക് അള്ളാഹു നൽകും എന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം അങ്ങനെയാണ്. അതുകൊണ്ടൊരു തുറവടിയുമാണ് ഞാനും നമ്മളും ആഗ്രഹിക്കുന്നത്. അതിന് ഈ വഴിക്ക് നീങ്ങുകയും സഞ്ചരിക്കുകയും ചെയ്യാൻ നമ്മൾ പ്രേരിതരാണ്. ആ വഴിക്ക് നമുക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊന്ന്, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണവും സ്വലാത്തിൻ്റെ അധികരിപ്പിക്കലും പ്രാർത്ഥനയും സിയാറത്തും ഒന്നും നമ്മൾ എന്താവേണ്ട, മറക്കണ്ട. നമ്മൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. അതിലൂടെ ആയിരിക്കട്ടെ നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൻ്റെ അഹ്ലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു നമ്മെ അവരെയും കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.